കൊല്ലം ESI മെഡിക്കൽ കോളേജ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുകയാണ്. DMO ഓഫീസ് യുവമോർച്ച പ്രവർത്തകർ ഉപരോധിക്കുന്നു. പോലീസ് സ്ഥലത്തെത്തി. സർക്കാരിന്റെ അനാസ്ഥ ഇന്ന് ജനം TV വാർത്തയാക്കിയിരുന്നു. കേന്ദ്ര പദ്ധതികളെ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നുവെന്നാണ് യുവമോർച്ചയുടെ പ്രധാനപ്പെട്ട ആരോപണം. തത്സമയ ദൃശ്യങ്ങൾ കാണാം ഈ പ്രതിഷേധത്തിന്റെ. എന്താണ് സംഭവം? ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥ മൂലം മന്ത്രി വീണ ജോർജ് ഉൾപ്പെടുന്ന ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥ മൂലം നമ്മുടെ കൊല്ലത്തെ ESIയിലേക്ക് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത് മൂലം ഇവിടുത്തെ ആരോഗ്യ വകുപ്പിനും ESIക്കും ഒരു മെഡിക്കൽ കോളേജ് ഇല്ലാതാവുകയാണെന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് 5 മണി വരെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഇത് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. അത് കേരള സർക്കാരിൻ്റെ അനാസ്ഥ കാരണം അത് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തൊഴിലാളികളുടെ മക്കൾക്ക് പഠിക്കാൻ പറ്റിയ 50 മെഡിക്കൽ സീറ്റുകളാണ് നമ്മുടെ ഇതിന് നഷ്ടമായിരിക്കുന്നത്. ഇതിൻ്റെ എതിരെയാണ് യുവമോർച്ചയുടെ ഇന്നത്തെ ഈ DMOയെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ശക്തമായുള്ള പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നും യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് മാത്രമായിരിക്കും. നിലിമ, ഇതിൽ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ വാർത്ത നൽകിയിരുന്നു. അതായത് ഈ ഒരു DMO ഓഫീസിലേക്ക് ഉണ്ടാകുന്ന ഈ പ്രതിഷേധത്തിന് കാരണം കൊല്ലം ജില്ലയിൽ ESI മെഡിക്കൽ കോളേജ് അനുവദിക്കുവാനായി എസൻഷ്യൽ സർട്ടിഫിക്കറ്റ് സർക്കാർ നൽകണമായിരുന്നു. പക്ഷേ സമയപരിമിതി കഴിഞ്ഞിട്ടും എസൻഷ്യൽ സർട്ടിഫിക്കറ്റ് നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു മെഡിക്കൽ കോളേജ് എന്നുള്ള ഒരു സ്വപ്നം ഈ ഒരു വർഷം നടപ്പാക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം ഇവിടെ തുടരുന്നത്. കൊല്ലത്ത് DMO ഓഫീസിന് മുൻപിലായാണ് ഇത്തരത്തിലൊരു ഉപരോധ സമരം നടക്കുന്നത്. പോലീസ് എത്തി പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുവാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ആശ്രമത്ത് പ്രവർത്തിക്കുന്ന ESI ആശുപത്രി അത് മെഡിക്കൽ കോളേജാക്കി മാറ്റുവാൻ വേണ്ടി ഏറെ നാളായി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഈ ഒരു അനാസ്ഥയ്ക്കെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. കാരണം കേന്ദ്ര പദ്ധതികൾ അട്ടിമറിക്കുവാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണം തന്നെയാണ് നിരന്തരമായി ഉയരുന്നത്. അതിന്റെ അവസാനത്തെ ഒരു ഉദാഹരണമാണ് കൊല്ലത്ത് ഇപ്പോൾ ESI മെഡിക്കൽ കോളേജ് അതിനുവേണ്ടി എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കുന്നത്. അത്തരത്തിൽ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയാൽ മാത്രമേ ഈ സമയബന്ധിതമായി അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ ഡേറ്റിൽ പോലും അപേക്ഷ സമർപ്പിക്കുവാനുള്ള എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് സർക്കാർ നൽകിയില്ല എന്നുള്ളതാണ് നിലവിലെ പരാതി. മനോജ്, വലിയ സർക്കാർ അനാസ്ഥയുടെ ഒരു തെളിവായി മാറുകയാണ് ഈ കൊല്ലം ESI മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ആ പ്രദേശത്തുകാരുടെ ഒരു വലിയ മോഹം. അവിടുത്തെ സാധാരണക്കാരായ കശുവണ്ടി തൊഴിലാളികൾ, അതുപോലെ കയർ തൊഴിലാളികൾ, അവരൊക്കെ വലിയ രീതിയിൽ ആശ്രയിക്കുന്ന ഒരു ഇടമാണ് ഈ കൊല്ലത്തെ ESI ആശുപത്രി. അത് മെഡിക്കൽ കോളേജാക്കി ഉയർത്തണം എന്നുള്ളത് ദീർഘകാലമായ ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ഈ തൊഴിലാളി സ്നേഹം വലിയ രീതിയിൽ പറയുന്ന സർക്കാർ ഈ ഒരു പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി, ആരോഗ്യ മേഖലയുടെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നത് എന്ന ചോദ്യം കൂടി ഉയരുകയാണ്. എന്താണ് അധികൃതർ നൽകുന്ന വിശദീകരണം? തീർച്ചയായും ഇതിൽ മറ്റൊരു കാര്യം BJPയുടെ ആരോപണം, അതായത് എയിംസ് വരുന്നില്ല എന്ന് പറയുന്നവരാണ് ഇത്തരത്തിലൊരു ESI ആശുപത്രി മെഡിക്കൽ കോളേജാക്കി മാറ്റുന്നതിൽ പോലും ഇങ്ങനെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നത്. കാരണം എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകി കഴിഞ്ഞാൽ ഈ അപേക്ഷ നൽകി അത്തരത്തിലൊരു മെഡിക്കൽ കോളേജ്, അതായത് 50ഓളം സീറ്റ് ഉൾപ്പെടുന്ന വിവിധ മേഖലയിലുള്ള തൊഴിലാളികളുടെ മക്കൾക്ക്
അത്തരത്തിലുള്ള പരിഗണന നൽകിക്കൊണ്ട് 50 സീറ്റ് ഉൾപ്പെടുന്ന ഒരു മെഡിക്കൽ കോളേജ് ഇവിടെ ഈ വർഷം സാധ്യമാക്കുമായിരുന്നു. കേന്ദ്രം അനുവദിച്ചിട്ടുള്ള 10 മെഡിക്കൽ കോളേജുകൾ 10 ESI മെഡിക്കൽ കോളേജിൽ ഒന്നാണ് ഈ കൊല്ലത്ത് വരാനുള്ളത്. പക്ഷേ അതിന് ഇത്തരത്തിലുള്ള തടസ്സം സൃഷ്ടിക്കുന്നു, അത് മനഃപൂർവ്വം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ മാസം 28-ാം തീയതി വരെ ഈ അപേക്ഷ സമർപ്പിക്കുവാനുള്ള സമയം അനുവദിച്ചിരുന്നു. പിന്നീട് അത് 3-ാം തീയതി വരെ കഴിഞ്ഞ ദിവസം വരെ നീട്ടി നൽകിയിട്ട് പോലും ആ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതിന് കാരണം കേന്ദ്ര പദ്ധതികൾ അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് അത്തരത്തിലൊരു ഉപയോഗപ്രദമാകുന്ന രീതിയിൽ മാറിക്കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിന് കൂടുതൽ ജനപ്രീതി ഉണ്ടാകുമെന്നുള്ളത് കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം തന്നെയാണ് നിരന്തരമായി ഉയരുന്നത്. ഇപ്പോൾ യുവമോർച്ചയുടെ പ്രവർത്തകരാണ്, യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ എസ് സുബിൻ അടക്കമുള്ള പ്രവർത്തകർ ഇപ്പോൾ ഈ DMO ഓഫീസിന് മുന്നിലെത്തി പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഉപരോധ സമരത്തിനൊടുവിൽ പോലീസ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്, അറസ്റ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുപോവുകയാണ്. എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം അത് യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും ഉയരുന്നു. ഇനി BJPയുടെ ഭാഗത്തു നിന്നും ഈ പ്രതിഷേധം തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം ഒരു ESI മെഡിക്കൽ കോളേജ് എന്നുള്ളത് കൊല്ലത്തെ ജനതയുടെ സ്വപ്നമാണ്. ആ സ്വപ്നത്തിന് തുരങ്കം വയ്ക്കുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. സർക്കാർ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നെങ്കിൽ ഇവിടെ ഈ വർഷം തന്നെ മെഡിക്കൽ കോളേജ് തുടങ്ങാമായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഉദ്യോഗ തലങ്ങളിൽ നിന്നടക്കം വ്യക്തമാക്കുന്നത്. പക്ഷേ അത്തരത്തിലൊരു സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. സമയം നൽകിയിട്ടും കൂടുതൽ സമയം അനുവദിച്ച് നൽകിയിട്ട് പോലും സർക്കാർ അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ മനോജ്, കൊല്ലം ESI മെഡിക്കൽ കോളേജ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ യുവമോർച്ചയുടെ അതിശക്തമായ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. ജനം TVയാണ് ഈ സർക്കാർ അനാസ്ഥ തുറന്നു കാണിച്ചുകൊണ്ട് വാർത്ത നൽകിയത്. അതിൻ്റെ ഒരു ഇടപെടലാണ്, ജനകീയ ഇടപെടലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യുവമോർച്ചയുടെ പ്രതിഷേധമാണ് കണ്ടത്.